എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ കുട്ടപ്പന് അവന് കലി കയറി. ഇപ്പൊ അവന്റെ 9 ടൈൽ പവർ അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. കുട്ടപ്പൻ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ 4th ടൈലിലേക്ക് പോവും. അവന്റെ മോൺസ്റ്റർ പവർ അത് സ്പ്ലിറ്റ് ആയി പുറത്തേക്ക് വരാൻ തുടങ്ങും. അത് കണ്ട് പെയിൻ അവൻ പേടിച്ചോടും. എന്നിട്ട് വീണ്ടും അവന്റെ പവർ എടുത്ത് ഇപ്പൊ 9 ടൈലിനെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ യായിക്കോ പെയിന് ഒരുപാട് നേരം 9 ടൈലിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. 9 ടൈൽ തലങ്ങും വിലങ്ങും ഇപ്പൊ അവനെ അടിച്ചു തെറിപ്പിക്കും. പെയിൻ കുതറി ഓടുമ്പോ വീണ്ടും അവനെ പിടിച്ചു വലിച്ച് 9 ടൈൽ വലിയൊരു തൂണ് വലിച്ചിളക്കി ഇപ്പൊ അവന്റെ തലയിൽ തന്നെ വെച്ചടിക്കുകയാണ്. അപ്പൊ യായിക്കോ പെയിൻ അവനിപ്പോ കുട്ടപ്പനോട് ചോദിക്കും, ഇപ്പൊ നിന്റെ ക്ഷമയോടെ എല്ലാവരുടെയും മനസ്സില് പക മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാനും അപ്രകാരം തന്നെ പെരുമാറിയത്. കുട്ടപ്പനാണെങ്കില് അതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല അവന്റെ കൺട്രോള് അതിപ്പോ മുഴുവനായിട്ടും ആ ഒരു 9 ടൈൽ ഏറ്റെടുത്തിരിക്കുകയാണ്. യായിക്കോ പെയിൻ അവനും വെറുതെ ഇരിക്കില്ല. അവനെ കൊണ്ട് കഴിയുന്ന പോലെ 9 ടൈലിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് അവൻ ശ്രമിക്കാൻ തുടങ്ങും. കുട്ടപ്പനാവട്ടെ അവനിപ്പോ 4th ടൈൽ കഴിഞ്ഞ് 6th ടൈലിലേക്കായി മാറും. അവന്റെ എല്ല്, തലയൊട്ടി അതെല്ലാം തന്നെ ഇപ്പൊ എൻഹാൻസ്ഡ് ആവും. വീണ്ടും അൺലിമിറ്റഡ് പവറില് അവൻ യായിക്കോയെ കാലേ വാരി നിലത്തടിക്കും. യായിക്കോ വിട്ടുകൊടുക്കില്ല. അവന്റെ പവർ ഉപയോഗിച്ച് 9 ടൈലിനെ വെട്ടിത്തിരിപ്പിച്ച് കറക്കി നിലത്തടിക്കും. 9 ടൈൽ അലറിക്കാറും. എന്നിട്ട് വീണ്ടും വീണ്ടും അതിന്റെ പവർ അത് കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ യായിക്കോ അവന്റെ പവർ ഉപയോഗിച്ച് 9 ടൈലിന്റെ പവറിനെ ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. കുറച്ച് സമയം കഴിയുമ്പോ അവനെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കട്ട് ചെയ്ത സാക്കുറ വലിയ ശബ്ദം കേട്ട് ഇപ്പൊ ഫൈറ്റ് നടക്കുന്ന അവിടേക്ക് നോക്കും. അപ്പൊ വ്യാഹു കണ്ണുള്ള ആ ഒരു നിഞ്ച പറയും, അവിടെ വലിയ ഫൈറ്റ് നടക്കുകയാണ്. ഹിനട്ട കുട്ടപ്പയ്ക്ക് അവൾക്ക് ഓൾറെഡി ബോധം നഷ്ടപ്പെട്ട് ഇപ്പൊ താഴെ വീണ് കിടക്കുകയാണ്. അപ്പൊ കുട്ടപ്പന്റെ കഴുത്തിലുള്ള ആ ഒരു ഡോളർ ചെയിന് അത് ഫസ്റ്റ് ഹൊക്കാഗയുടേതാണ്. കുട്ടപ്പൻ 9th ടൈലിന്റെ പവറിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഉടൻ ആ ഒരു ഡോളർ അതിന്റെ പവർ ഉപയോഗിച്ച് കുട്ടപ്പന്റെ 9th ടൈലിനെ ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പെയിനാണെങ്കില് അതുകൊണ്ട് ഷോക്കാവും. ഇതെന്താ നടക്കണേന്ന് പറഞ്ഞ് അവൻ നോക്കി നിൽക്കും. പക്ഷെ അപ്പോഴേക്കും 9th ടൈലിന്റെ പവർ ആ ഒരു ചെയിൻ തന്നെ ഇപ്പൊ തകർത്ത് കളയും. കുട്ടപ്പന്റെ 9 ടൈല് അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് അവന്റെ അടുത്തേക്ക് ഓടി എത്താനാവുമ്പോഴേക്കും പെയിൻ കഷ്ടപ്പെട്ട് ഇപ്പൊ ഓൾമൈറ്റി പവർ ഉപയോഗിച്ച് അവനെ റെസിസ്റ്റ് ചെയ്യും. അതിന് 9 ടൈല് അവന്റെ ആൾമൈറ്റി ബുഷ് റെസിസ്റ്റിംഗ് പവർ അത് ഇടിച്ചു തകർത്ത് ഇപ്പൊ അവനെ വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അടിച്ചു തെറിപ്പിക്കും. അവൻ കറങ്ങി അടിച്ച് ബിൽഡിങ്ങിന്റെ മുകളിൽ വീണ് അനങ്ങാൻ കഴിയാതെ അങ്ങനെ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് കിടക്കും. അപ്പൊ ഹിനട്ട അവള് മരിച്ചിട്ടില്ല. അവള് കുട്ടപ്പന്റെ പേര് വിളിച്ച് ഇപ്പൊ പതിയെ കരയാൻ തുടങ്ങും. പെയിൻ ആവട്ടെ അവൻ ബോധം വരുമ്പോ 9 ടൈൽ ഫുൾ പവറില് അവനെ നോക്കി നിൽക്കുകയാണ്. പെയിൻ വലിയൊരു പാറ എടുത്ത് ഇപ്പൊ 9 ടൈലിന്റെ നേർക്ക് വലിച്ചെറിയും. ആ പാറ അത് 9 ടൈലിന്റെ തൊട്ടടുത്തെത്തുമ്പോ 9 ടൈൽ ആവട്ടെ അതിനെ പൊട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. കട്ട് ചെയ്ത ഇവിടെ ആ ഒരു നിഞ്ച അവൻ വ്യാഹു കണ്ണുവെച്ച് അവൻ കുട്ടപ്പനെ ചെക്ക് ചെയ്ത് ഇപ്പൊ സാക്കുറയോട് പറയും, കുട്ടപ്പൻ അവനിപ്പോ 6th ടൈൽ പവറിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ സാക്കുറ ഞെട്ടിയിട്ട് കുട്ടപ്പൻ ഇതുവരെ 4th ടൈൽ പവറിന്റെ മുകളിലായിട്ട് പോയിട്ടേ ഇല്ല. സാക്കുറ കക്ഷുകിയോട് പറയും, ഒരിക്കലും കുട്ടപ്പന്റെ അടുത്തേക്ക് ആരും പോവാൻ പാടില്ല. അഥവാ ആരെങ്കിലും അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ തടയണം. ഡോക്ടർ പെണ്ണ് പറയും, ഇങ്ങനെ പോവാണെങ്കില് ലീഫ് വില്ലേജ് അത് മുഴുവനായിട്ടും തകരും. കക്ഷുകി ആവട്ടെ അവൾ ആ നാട് മുഴുവൻ നടന്ന് ഇൻഫർമേഷൻ അത് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. കക്ഷുകി പറയും, എന്റെ ഒരു ക്ലൗണ് കുട്ടപ്പന്റെ ബോഡിയിലുണ്ട്. കുട്ടപ്പൻ ഇങ്ങനെ പോവാണെങ്കിൽ ആ ക്ലൗൺ അത് ഉറപ്പായിട്ട് നശിക്കും. അപ്പൊ ഈനോച്ച് ചോദിക്കും, ഓൾറെഡി കുട്ടപ്പന്റെ ബോഡിയില് യാമട്ടോ സെൻസായും കാക്കാഷിയും ചേർന്ന് 9 ടൈലിനെ കൺട്രോൾ ചെയ്യാനുള്ള എന്തൊക്കെയോ ചില കാര്യങ്ങള് ചെയ്തിട്ടുള്ളതല്ലേ. അതിന് കക്ഷുകി പറയും, അതൊക്കെ ഓൾറെഡി തകർന്നു കഴിഞ്ഞു. എനിക്ക് കുട്ടപ്പനെ കൺട്രോൾ ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയില്ല. അവനെ രക്ഷിക്കാൻ പോയ ഹിനട്ട അവളും മരണത്തോട് മല്ലടിക്കുകയാണ്. ഈനോച്ച് പറയും, യാമട്ടോ സെൻസായി ആളെ കൊണ്ട് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ യാമട്ടോയെ കാണിക്കുകയാണ്. അവനും അവന്റെ ടീമും ഇപ്പൊ കബൂട്ടോയെ തേടി കാട്ടിലൂടെ നടക്കുകയാണ്. ഉടനെ യാമട്ടോയുടെ കൈക്ക് ഇപ്പൊ വല്ലാത്തൊരു പെയിൻ അനുഭവപ്പെടും. യാമട്ടോ സെൻസായി ഇപ്പൊ കൈയിലേക്ക് നോക്കും. അവന്റെ സീലിംഗ് ജിപ്സു അത് തകർന്നിരിക്കുകയാണ്. യാമട്ടോ സെൻസായിക്ക് മനസ്സിലാവും അവന്റെ സീലിംഗ് ജിപ്സു അത് കുട്ടപ്പൻ തകർത്തെന്ന്. സെൻസായി പറയും, ഉടനെ എനിക്ക് ഗ്രാമത്തിലെത്തണം. ഈ ഒരു മിഷൻ അത് നമുക്ക് പിന്നീട് കംപ്ലീറ്റ് ചെയ്യാം. ഉടനെ യാമട്ടോ സെൻസായി ഇപ്പൊ ഉഷാറായിട്ട് ലീഫ് വില്ലേജിലേക്ക് ഓടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത പെയിൻ
അവനിപ്പോ കുട്ടപ്പനെ നോക്കി ചിരിക്കും. ഇതാണല്ലേ നിന്റെ നയൻ ടൈൽ പവർ. ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതേസമയം സാക്കുറയുടെ കൂടെയുള്ള ആ ഒരു നിഞ്ച അവൻ നടക്കുന്ന ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ സാക്കുറയ്ക്ക് പറഞ്ഞു കൊടുക്കും. കുട്ടപ്പനിപ്പോ അവന്റെ നയൻ ടൈൽ പവറുമായിട്ട് യായിക്കോ പെയിനെ ഫോളോ ചെയ്ത് ഗ്രാമത്തിന്റെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് ഗാമത്തവള അത് പൊട്ടിച്ചിരിക്കും. അപ്പൊ സാക്കുറ പറയും, നിനക്ക് ഈ സമയത്തും എല്ലാം തമാശയാണോ? ഈ ചിരി അധികം വൈകാതെ കരച്ചിലായി മാറും. നമുക്കിപ്പോ എത്രയും പെട്ടെന്ന് ഹിനട്ട കുട്ടപ്പയെ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് വരണം. കുട്ടപ്പനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇനി ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയൂ, സാക്ഷാൽ യാമുട്ടോ സെൻസായിക്ക്. ഇവിടെ പെയിൻ ആവട്ടെ, അവനിപ്പോ പുറത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ തൊട്ടു പിന്നാലെ കുട്ടപ്പന്റെ നയൻ ടൈലും അവനെ ഫോളോ ചെയ്ത് പിന്നാലെ തന്നെ ഓടും. കട്ട് ചെയ്താ ഇവിടെ നാഗട്ടോ അവനൊരു സ്പെഷ്യൽ ജിപ്സു അത് ഉപയോഗിക്കാൻ പോവാണ്. അതിന് കോണം പറയും, അയ്യോ വേണ്ട വേണ്ട, ഓൾറെഡി നിന്റെ പവർ ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ്. ഇതുകൂടെ ആയാ അത് വലിയ അപകടമാണ്. പക്ഷെ അവൻ അത് മൈൻഡ് പോലും ചെയ്യില്ല. അവനൊരു ജിപ്സ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഗോളം അത് പുറത്തേക്ക് അയക്കും. ആ ഒരു ഗോളം അത് ദൂരെ നിന്ന് കണ്ട യായിക്കോ പെയിനാവട്ടെ അവനും ഇപ്പൊ എന്തൊക്കെയോ ജിപ്സ് ഉപയോഗിക്കാൻ തുടങ്ങും. ഉടനെ ആ ഗോളത്തിന്റെ പവറില് അവിടെ ഉണ്ടായിരുന്ന കല്ലുകള് അതൊരു ഷീൽഡായിട്ട് മാറി അവൻ അങ്ങനെ കവർ ചെയ്ത് പിടിക്കും. കുട്ടപ്പന്റെ നയൻ ടൈല് അത് പാഞ്ഞു വന്ന് ആ പാറയിൽ ഇടിച്ച് ഇപ്പൊ തെറിച്ചു പോവും. നാഗട്ടോ അവൻ വിട്ടുകൊടുക്കില്ല. വീണ്ടും അവന്റെ ജിപ്സു അത് പവർഫുൾ ആയിട്ട് ഉപയോഗിച്ച് ആ ഷീൽഡ് അതുപയോഗിച്ച് നയൻ ടൈലിനെ തന്നെ അവൻ കവർ ചെയ്യാൻ ശ്രമിക്കും. നാഗട്ടോ അലറിക്കാറി അവന്റെ ഫുൾ പവർ എടുത്ത് നയൻ ടൈലിനെ ഓൾമോസ്റ്റ് അതിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നയൻ ടൈല് ആ ഒരു ഷീൽഡിന്റെ ഓരോ ഭാഗവും ഇപ്പൊ തകർത്തു കൊണ്ടേയിരിക്കുകയാണ്. രക്തം തുളുമ്പി ഇപ്പൊ നാഗട്ടോ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഒരു നയൻ ടൈലിനെ ഇപ്പൊ ലോക്ക് ചെയ്തു. കോണം ചോദിക്കും, നിന്റെ ജീവൻ പോലും പണയപ്പെടുത്തി ഇത്രയും വലിയ റിസ്ക് എടുക്കണോ? അതിനാവും പറയും, നയൻ ടൈൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ മിഷൻ അത് കംപ്ലീറ്റ് ആവൂ. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പൻ അവന്റെ മൈൻഡിലേക്ക് പോവും. അപ്പൊ അവൻ വീണ്ടും ഇപ്പൊ മാവൻ പറഞ്ഞ കാര്യങ്ങള് അത് ആലോചിക്കാൻ തുടങ്ങും. കുട്ടപ്പന് വയറ്റില് ശക്തമായ പെയിൻ വന്ന് അവനിപ്പോ താഴേക്ക് ഇരിക്കും. അപ്പൊ കുട്ടപ്പൻ ആ നയൻ ടൈലിന്റെ ശബ്ദം കേൾക്കും. നയൻ ടൈൽ പറയും, നിന്റെ സോള് അത് മാത്രം എനിക്ക് തന്നാ മതി, ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കാം. അപ്പൊ പതിയെ കുട്ടപ്പന്റെ ബോഡിയിലുള്ള ആ ഒരു സീലിംഗ് അത് തകരാൻ തുടങ്ങും. അവനിപ്പോ എയ്ത്ത് ടൈലിലേക്ക് അപ്ഗ്രേഡ് ആവും. യാമുട്ടോ സെൻസായി ആളുടെ കയ്യിൽ നോക്കും. യാമുട്ടോ സെൻസായിക്ക് മനസ്സിലാവും കുട്ടപ്പൻ അവന്റെ എയ്ത്ത് ടൈൽ പവറും ഇപ്പൊ ഉപയോഗിച്ചു കഴിഞ്ഞെന്ന്. യാമുട്ടോ സെൻസായി സ്പീഡില് ഇപ്പൊ ഗ്രാമത്തിലേക്ക് ഓടുകയാണ്. നയൻ ടൈൽ ഇപ്പോ അവനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാറകള് അത് തല്ലി തകർത്ത് പുറത്തേക്ക് വരും. അപ്പൊ അതേസമയം കുട്ടപ്പൻ അവൻ ആ നയൻ ടൈലിന്റെ അടുത്തേക്ക് നടന്നെടുക്കുകയാണ്. നയൻ ടൈൽ പറയും, ഈ ഡോറിന്റെ സീലിംഗ് അത് നീ തകർത്തുകളാ, ബാക്കി എല്ലാ കാര്യങ്ങളും അത് ഞാൻ നോക്കാം. യാമുട്ടോ സെൻസായി ആള് കയ്യിൽ നോക്കി ഇപ്പൊ ഓടി വരെ കുട്ടപ്പന്റെ അവസാന സീലിംഗും തകർന്ന് ആ നയൻത്ത് ടൈല് അത് പുറത്തേക്ക് വരാൻ പോവാണെന്ന് മാസ്റ്ററിന് മനസ്സിലായി. നറൂട്ടോ അവൻ ആ ഗേറ്റിന്റെ തൊട്ടടുത്തെത്തി ആ സീലിംഗ് തകർക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവനെ ആരോ തൂക്കിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോകും. അവനത് ആരാണെന്ന് തിരിഞ്ഞു നോക്കും. അത് മറ്റാരും അല്ല, സാക്ഷാൽ മിനട്ടോ. കുട്ടപ്പൻ മിനട്ടോയെ കണ്ട് ഷോക്കായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.